ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അമ്പലത്തിനെക്കുറിച്ച് പറയാനാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ഓച്ചിറ അമ്പലത്തിൽ പോയി. എല്ലാവർക്കും അറിയാമായിരിക്കും ഓച്ചിറ അമ്പലത്തെക്കുറിച്ച്. പക്ഷേ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ് ഈ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുമ്പം. ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ദക്ഷിണകാശി എന്നാണ് ഈ അമ്പലത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പൂജയോ പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഒന്നുമില്ല. പക്ഷേ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഇത് അവിടുത്തെ പ്രസാദമാണ്. ഇത് ഭസ്മവും മണ്ണും. എല്ലാ അമ്പലത്തിലും ചന്ദനമല്ലേ, നമ്മൾ അതിന് പകരം മണ്ണാണ് നെറ്റി തൊടുന്നത്. പിന്നെ ആയിരിക്കുന്നുണ്ടോ കാല് കൈ. ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ആർക്കെങ്കിലും കാലിന് വയ്യായോ അല്ലെങ്കിൽ കൈക്ക് വയ്യായോ നമ്മൾ എന്തെങ്കിലും കാലോ കൈയോ നേർന്നിട്ട് ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കൺസെപ്റ്റ്. പിന്നെ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഭഗവാന്റെ വാഹനമല്ലേ കാള, നന്ദി. നമുക്ക് അവിടെ ചെല്ലുമ്പം കാണാൻ പറ്റും പല സ്ഥലത്തും കാളകൾ നിൽക്കുന്ന. ഓച്ചിറ കാള എന്നാണേ പറയുന്നത്. അപ്പം ആ കാളയുടെ തിരുനെറ്റിയിൽ ഭഗവാനെ പ്രതിഷ്ഠയാക്കി വെക്കാം. നമുക്ക് ആ തിരുനെറ്റിയിൽ പോയി തൊട്ട് തൊഴാം. അങ്ങനെയൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് ഈ അമ്പലത്തിന്. ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാലും തീരത്തില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാൽ 12 വിളക്കാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഓച്ചിറ 12 വിളക്ക്. അതായത് 12 ദിവസം പല വീടുകളിൽ നിന്നും പല ആൾക്കാരും വന്നിട്ട് കുടിൽ കെട്ടി അവിടെ താമസിക്കും. അപ്പോൾ 12 വിളക്ക് അതൊരു ഭയങ്കര വലിയ ഉത്സവമാണ്. പിന്നെ എപ്പോഴും ഇവിടെ കടകളാണ്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. പൊരിക്കടയാണെങ്കിലും ബജിക്കടയാണെങ്കിലും എപ്പോഴും ഇവിടെ ആൾക്കാരും ഉണ്ടാകും. പ്രത്യേക ദിവസം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ശരി, ഞങ്ങൾ തിരിച്ചു പോവാണ്. അമ്പലത്തിൽ നിന്ന് കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. KTDCയുടെ ഹോട്ടലാണ്, ആഹാർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. അമ്മയും തക്കും അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും പറഞ്ഞു. ഞാൻ പൂരി മസാല പറഞ്ഞു. കുട്ടൻ ചേട്ടൻ മസാല ദോശ പറഞ്ഞേ. തക്കൂന് അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും വേണ്ട, അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുട്ടൻ ചേട്ടൻ മസാല ദോശ കഴിക്കുന്നുണ്ട്. അപ്പോൾ തക്കൂന് മസാല ദോശ വേണം. അവസാനം തക്കൂന് പിന്നെ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കഴിച്ചില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.